നമസ്കാരം. ഇന്ത്യയിൽ ഒരു ജൻസി കലാപം നടക്കുമോ? അതിനുള്ള സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാവുമോ? അത് ആരൊക്കെയാണ് ആഗ്രഹിക്കുന്നത്? ഈ കൊക്രോച്ച് ജനതാ പാർട്ടി എന്ന ഒരു സംവിധാനത്തിലൂടെ, ഒരു പൊളിറ്റിക്കൽ സറ്റയറിക്കൽ മൂവ്മെന്റിലൂടെ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. നോക്കൂ, വ്യാജമായി നിർമ്മിച്ച ബിരുദങ്ങളുമായി പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് കടന്നു കയറുന്ന ആളുകളെ പാറ്റകൾ എന്ന് വിശേഷിപ്പിച്ചു നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അതിനെതിരെ പെട്ടെന്ന് യുവാക്കളെ പാറ്റകൾ എന്ന് വിളിച്ചുകൊണ്ടൊരു മൂവ്മെന്റ് ഉണ്ടാകുകയാണ്. ഒരു ഓൺലൈൻ, ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടാകുകയാണ്, ഒരു മൂവ്മെന്റ് ഉണ്ടാകുകയാണ്. അത് കൊക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ അഭിജിത് ദീപ്കെ എന്ന് പറഞ്ഞ ഒരു ആം ആദ്മി പാർട്ടിയുടെ ഒരു മുൻ കാര്യകർത്താവ്. അദ്ദേഹം AAPയുടെ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ ആയിരുന്നു. ഡൽഹി വിദ്യാഭ്യാസ വകുപ്പിന്റെ, അതായത് കെജ്രിവാൾ ഭരിക്കുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ കമ്മ്യൂണിക്കേഷൻ ഉപദേശം. ആരാണ് ഒരു ജൻസി കലാപത്തിന് ആഗ്രഹിക്കുന്നത്? ഈ വാക്കുകൾ നിങ്ങളൊന്ന് കേൾക്കുക. അതിനുശേഷം നമുക്ക് ആ കാര്യങ്ങളെ കുറിച്ച് വിശദമായി സംസാരിക്കാം. तो मेरा जेंजी से सीधा सीधा देश के युवाओं से सीधा सीधा पूछना है कि ऐसे ही चलेगा या कुछ करना है। अगर नेपाल का और बांग्लादेश का जेंजी सड़कों पे उतर के अपने देश की सरकारों को बदल सकता है, तो हमारे देश का जेंजी पेपर लीक करने वाले मंत्रियों को जेल नहीं भेज सकता है। अगर एक के बाद एक दर साल नीट के पेपर लीक हो रहे हैं, तो पैसा सबसे टॉप पे पहुंच रहा है, सबसे टॉप पे। ऐसे ही पेपर लीक नहीं हो जाते, नीट के जैसे पेपर ऐसे ही लीक नहीं हो जाते। तो जब आप सिस्टम की बात करते हैं तो आप उस टॉप को बचा रहे हैं। सीधे आरोप लगाइए जो इस खेल के अंदर शामिल है, उनको जेल में भेजिए, सड़कों पे उतरिए, आंदोलन कीजिए और इस घिनौने खेल को बंद. ഈ ഓൺലൈൻ ഇല്ലെങ്കിൽ സമൂഹ മാധ്യമ മേഖലയിൽ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ പെട്ടെന്ന്, ഇൻസ്റ്റാഗ്രാമിൽ യുവാക്കളുടെ മേഖലയാണല്ലോ, അതിൽ 2 കോടി ആളുകളാണ് അതിനെ ഫോളോ ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 20 മില്യൺ ആളുകൾ. ബി ജെ പിയെ മറികടന്നു എന്നാണ് ആദ്യം പറഞ്ഞത്. BJPക്ക് ഏതാണ്ട് 9 മില്യൺ ആളുകളുടെ പിന്തുണയാണുള്ളത്. നോക്കൂ, സണ്ണി ലിയോൺ 51 മില്യൺ ആളുകൾ സണ്ണി ലിയോണിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ മാനദണ്ഡം, ഈ ഫോളോ ചെയ്യുന്നതാണോ ഈ ജനങ്ങളുടെ ഇതുമായിട്ടുള്ള മാനദണ്ഡം, അല്ലെങ്കിൽ പൊളിറ്റിക്കലി രാഷ്ട്രീയപരമായിട്ടുള്ള ഔന്നത്യത്തിന്റെ മാനദണ്ഡം എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ്. പെട്ടെന്ന് തന്നെ ഇത്തരം ഫോളോവേഴ്സിൽ എത്തിക്കാൻ കഴിയും. എങ്ങനെയാണ് ഇത് ഇവർക്ക് സാധിച്ചത് എന്ന് നോക്കണം. ഇതിന് പിറകിൽ അമേരിക്കയിൽ ഇപ്പോൾ താമസമുള്ള അഭിജിത് ദീപ്കെ എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം കൃത്യമായിട്ട് ആം ആദ്മി പാർട്ടിയുടെ ചുമതലയിൽ ഇരുന്ന ആളാണെന്ന് മനസ്സിലാക്കണം. ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് നോക്കൂ. ഇന്ത്യൻ ജനാധിപത്യം പലതവണ ഭീഷണി നേരിട്ടിട്ടുണ്ട് ഭീകരവാദികളിൽ നിന്ന്, ഭരണാധികാരികളിൽ നിന്ന് തന്നെ. അത്തരം ഭരണാധികാരികളിൽ നിന്ന് ഇന്ത്യൻ ജനാധിപത്യം ഭീഷണി നേരിട്ട ഒരു സമയമാണ് അടിയന്തരാവസ്ഥ കാലം. ആ അടിയന്തരാവസ്ഥ പത്രമാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി പ്രതിപക്ഷ നേതാക്കന്മാരെ എല്ലാവരെയും തന്നെ അടച്ചു, കാരാഗൃഹത്തിൽ അടച്ചു. പ്രതിപക്ഷം ഒന്ന് സംസാരിക്കാൻ പോലും, അതിനെ എതിർക്കാൻ പോലും കഴിഞ്ഞില്ല. അന്നത്തെ ഭരണാധികാരി ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ വാഴ്ത്തുപാട്ടുകൾ മാത്രമായിരുന്നു എന്നും ഇന്ദിരയാണ് ഇന്ത്യയാണ് ഇന്ദിര എന്നുള്ള വാഴ്ത്തുപാട്ടുകൾ എവിടെയും ഉണ്ടായി. ഇന്ത്യ എന്നാൽ കേവലം ഒരു ഭരണാധികാരി മാത്രമാണെന്ന് ഉള്ള പ്രചരണം അവരുടെ അണികളിൽ നിന്നുണ്ടായി. അവരുടെ അന്നത്തെ ഭരണാധികാരിയുടെ മകനായിക്കോട്ടെ ചേരി ഒഴിപ്പിക്കൽ എന്ന പേരിൽ ഡൽഹിയുടെ പല ഭാഗങ്ങളിലും ജനങ്ങളുടെ മനുഷ്യാവകാശത്തെ ചവിട്ടിയരച്ച് ബുൾഡോസർ രാജ് നടപ്പിലാക്കി. അതുപോലെ തന്നെ ആളുകളെ ജനകീയ ആസൂത്രണം, ജന നിയന്ത്രണം എന്ന പേരിൽ പല ആളുകളും നിർബന്ധിച്ച് വന്ധ്യംകരണം നടത്തി. നോക്കൂ, 80 ലക്ഷത്തിനടുത്ത ആളുകൾ നിർബന്ധിത വന്ധ്യംകരണത്തിന് വിധേയമായി എന്നാണ് പറയുന്നത്. അങ്ങനെ ജനാധിപത്യം ചവിട്ടിയരക്കപ്പെട്ട ഒരു കാലഘട്ടം നമ്മുടെ രാജ്യത്തിനുണ്ടായിരുന്നു. ജനാധിപത്യത്തെ ഇന്ത്യയിലെ ഇരുണ്ട യുഗം. ആ യുഗത്തിൽ അന്നത്തെ ജൻസി, അന്നത്തെ യുവതലമുറ അതിനെതിരെ ഇറങ്ങി. നോക്കൂ, കാരാഗൃഹവും വെടിയുണ്ടയും. രാജനെ പോലെയുള്ള ആളുകൾ, കക്കയം ക്യാമ്പിൽ ഉരുട്ടിക്കുന്ന രാജനെ പോലെയുള്ള ആളുകൾ, കോളേജ് വിദ്യാർത്ഥികളടക്കം ഇറങ്ങി. RSSകാരനും CPMകാരനും നക്സലൈറ്റുകാരനും ജനതാ പാർട്ടിക്കാരനും എല്ലാവരും തൻ്റെ ഇടമുള്ളവനെല്ലാം തെരുവിലിറങ്ങി. പോലീസിന്റെ കിരാതമായിട്ടുള്ള മർദ്ദനത്തിനിരയായി അങ്ങനെയാണ് തിരിച്ച് ഇന്ത്യയിൽ ജനാധിപത്യത്തിന്റെ വസന്തകാലത്തിന് വീണ്ടും ഒരു ജനാധിപത്യത്തിന്റെ വസന്തം പൂവിട്ടത്. ആ പൂക്കാലം വീണ്ടും, ജനാധിപത്യം എന്ന പൂക്കാലം വീണ്ടും ഈ ഇന്ത്യയിൽ സാധ്യമായത് അത്തരം പോരാട്ടങ്ങളിലൂടെയാണ്. ഇത് ഓൺലൈനിൽ ഇരുന്ന് അലസരായ ആൻ ഐഡിയൽ മൈൻഡ് ഇസ് ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്നാണ് ഇവർ പറയുന്നത്. കൊക്രോച്ച് ജനതാ പാർട്ടിയുടെ യോഗ്യത പറഞ്ഞ് അലസരായിരിക്കണമെന്നാണ്. അലസ മനസ്സ് ചെകുത്താന്റെ പണിപ്പുരയാണ്. അലസമായിരിക്കുന്ന അത്തരം ചെകുത്താന്മാരുടെ മനസ്സിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങൾ ഈ ജനാധിപത്യത്തെ പരിപോഷിപ്പിക്കാനല്ല, മറിച്ച് നോക്കൂ, ഇത്തരം മുല്ലപ്പൂ വിപ്ലവങ്ങൾ സ്വപ്നം കാണുന്ന പിറകുവശത്തിലൂടെ അധികാരത്തിലെത്തണമെന്ന് കരുതുന്ന ചില ചെകുത്താന്മാരുടെ കയ്യിലേക്ക് ഇന്ത്യയുടെ ഭരണം എത്തിക്കുവാൻ വേണ്ടിയുള്ളതാണ്. 20 മില്യൺ ഫോളോവേഴ്സിൽ, കൊക്രോച്ച് ജനതാ പാർട്ടിയുടെ 20 മില്യൺ ഫോളോവേഴ്സിൽ 50% പാകിസ്ഥാനികളാണെന്നാണ്. ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഒരു മൂവ്മെന്റിനെ പിന്തുണയ്ക്കുന്നത് 50% പാകിസ്ഥാനികളാകുന്നു. അതിൽ 9% മാത്രമാണ് ഇന്ത്യക്കാരെന്ന് പറയുന്നു. 20% അമേരിക്ക, 14% അമേരിക്കക്കാർ, ബംഗ്ലാദേശികൾ. ബാക്കി നോക്കൂ, ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട്, ഫോളോവേഴ്സിന്റെ സ്ക്രീൻഷോട്ട് ഇടാം. നിങ്ങൾ കാണുന്നത് ഭൂരിപക്ഷവും ബംഗ്ലാദേശികളെ ആയിരിക്കും. നോക്കൂ, നമ്മുടെ രാജ്യത്ത് ഇത്തരം വിപ്ലവങ്ങൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നത് പാകിസ്ഥാനും ബംഗ്ലാദേശും ആവുകയാണ്. അതുമാത്രമല്ല, ഈ അഭിജിത് ദീപ്കെ പറയുന്നു, എനിക്ക് BJPയിൽ പണം തരാം, നിങ്ങൾ BJPയിലേക്ക് വരണം, എനിക്ക് വാട്സപ്പ് ഭീഷണി വന്നു, അല്ലെങ്കിൽ നിങ്ങൾ കൊന്നുകളയും എന്നുള്ള ഭീഷണി വന്നു പറഞ്ഞു. എത്ര ബാലിശമായിട്ടുള്ള ഒരു വാദമാണത്. എന്തായാലും അത് യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള
തെജീന്ദർ ബഗ അത് വിളിച്ചു തുടർന്ന് ആ ഫോൺ നമ്പർ ട്രേസ് ചെയ്ത് അദ്ദേഹം അങ്ങനെ അതിന്റെ യഥാർത്ഥ ആ ഫോൺ നമ്പറിന്റെ ഉടമ ആ വാട്സപ്പ് സന്ദേശം അയച്ചത് ഡൽഹി സ്വദേശിയായിട്ടുള്ള വാരിസ് ഹുസൈൻ എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം BJP-കാർ അയച്ചു എന്നാണ് പറയുന്നത്. വാരിസ് ഹുസൈൻ എന്ന ആളാണ്. എന്തായാലും വാരിസ് ഹുസൈൻ BJP-കാരനല്ല. ഇങ്ങനെ കൃത്യമായിട്ടൊരു ഗൂഢാലോചനയിലൂടെ ഇന്ത്യയിലെ ഭരണകൂടത്തെ നോക്കൂ. ഇപ്പൊ പശ്ചിമ ബംഗാളിൽ പോലും ജനാധിപത്യത്തിന്റെ സുന്ദരമായ ഒരു കാഴ്ചകൾ കണ്ടു. 15 വർഷം ആ സംസ്ഥാനത്തെ കാൽക്കീഴിട്ട് ചവിട്ടി അരച്ച യഥാർത്ഥ ഒരു കൊക്രോച്ചിനെ തിരഞ്ഞെടുപ്പിലൂടെ ജനങ്ങളെടുത്ത് പുറത്തേക്ക് കളഞ്ഞുകൊണ്ട് ജനാധിപത്യത്തിന്റെ സുന്ദര നിമിഷങ്ങൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ കൃത്യമായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള തിരഞ്ഞെടുപ്പുകൾക്ക് പാർട്ടിയെ സജ്ജമാക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പുകൾ ജയിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് യന്ത്രമായി മാറിയ ഒരു BJP അധികാരത്തിലെത്തുമ്പോൾ ജനങ്ങൾക്ക് ഗുണപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ വീണ്ടും വീണ്ടും അധികാരത്തിന്റെ സോപാനങ്ങൾ ചവിട്ടിക്കയറുന്ന ആ പാർട്ടിയെ തോൽപ്പിക്കേണ്ടത് അത്തരം കാര്യങ്ങളിലൂടെ കൃത്യമായിട്ട് ജനങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പോരാട്ടങ്ങൾക്ക് നേതൃത്വങ്ങൾ നൽകിക്കൊണ്ട് സമര പോരാട്ടങ്ങൾക്കും ജനങ്ങൾക്കിടയിൽ ഇറങ്ങിക്കൊണ്ട് അവരെക്കാളും ബെറ്റർ അല്ലെങ്കിൽ നല്ലത് ഞങ്ങളാണെന്ന് തെളിയിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിയുമ്പോഴാണ്. മറിച്ച് ഒരു ജൻസി വിപ്ലവം സ്വപ്നം കണ്ട് പോകുന്നവരോട് എനിക്ക് ഒന്നുകൂടി പറയാനുള്ളത്, നിങ്ങളൊരു മൂഢസ്വർഗത്തിലാണെന്നാണ്. അത് മാത്രമല്ല, ഇവിടെ നിങ്ങൾ ശ്രമിക്കുന്നത് ഇളകിമറിഞ്ഞ് അലകടലുകൾ അലറുമ്പോൾ ഇരുനാഴി മണൽ കൊണ്ട് ചിറകെട്ടും വിഡിത്തം നിങ്ങൾ കാണിക്കുന്ന ഇരുനാഴി മണൽ കൊണ്ട് ഈ തിര ഇങ്ങനെ ഇളകി വരുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ ഇരുനാഴി മണൽ കൊണ്ട് കടൽക്കരയിൽ ഒരു ചിറകെട്ടുകയാണ് നിങ്ങൾ എന്ന് മാത്രമാണ് ഓർമ്മിപ്പിക്കുന്നത്. നന്ദി, നമസ്കാരം.